ഇഷ്ടമുള്ള മതത്തിലേക്ക് അല്ലെങ്കിൽ ആദ്യ മതത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു മതത്തിന് അവിടെ പ്രത്യേകമായിട്ട് പ്രാമുഖ്യം കൊടുക്കുക എന്ന ചിന്ത ഉണ്ടായിട്ടുണ്ടോ? ഈ അടുത്ത് ഛത്തീസ്ഗഡിലെ ഒക്കെ വന്ന നിയമങ്ങളിൽ വന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു മതത്തിൻ്റെ സന്ദേശം അയക്കുന്നത് പോലും, രാജസ്ഥാനിലുമുണ്ട്, സന്ദേശം അയക്കുന്നത് പോലും അത് മതപരിവർത്തനത്തിനുള്ള ശ്രമമായിട്ട് ചിത്രീകരിക്കപ്പെടാമെന്നുള്ളതാണ്. അതായത് ഒരു ക്രിസ്മസിന് ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന ഒരു സന്ദേശം സോഷ്യൽ മീഡിയയിൽ അയച്ചു കഴിഞ്ഞാൽ അത് മതപരിവർത്തന ശ്രമമായിട്ട് മാറ്റപ്പെടും. ഇത് ഇന്ത്യൻ മതേതരത്തിന് ചേർന്നതാണോ? ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള അദൃശ്യമായിട്ടുള്ള ശ്രമങ്ങൾ, കളറബിൾ ലെജിസ്ലേഷനുകളിലൂടെ ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കുവാനായിട്ട്, മതേതരത്വം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ, ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണെന്ന് പറയുമെങ്കിൽ ഞാൻ പറയും ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത്, ഇന്ത്യയുടെ അടിത്തറ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിൽ നിന്നുള്ളതല്ല, ഇന്ത്യൻ ഭരണഘടനാ പുസ്തകങ്ങളിലെ നിയമത്താളുകളിൽ നിൽക്കുന്ന ആ നിയമം നൽകുന്ന ഉറപ്പിലാണ് ഇന്ത്യയുടെ ആത്മാവ് ഇരിക്കുന്നതെന്ന് പറയും. ഇന്ത്യയുടെ ആത്മാവിനെ കൊല്ലുവാൻ നോക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കുവാൻ നോക്കുന്ന, ഇന്ത്യൻ മതേതരത്വത്തെ, മതസ്വാതന്ത്ര്യത്തെ തച്ചുടയ്ക്കുവാൻ നോക്കുന്ന ഇത്തരം നിയമങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. രാജ്യം ചിന്തിക്കേണ്ടതുണ്ട്. ഇത് അതിനുള്ള സമയമാണ് എന്ന് തിരിച്ചറിയുക.